12 ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോഴിക്കോടക്ക് ഓടണതിനെക്കാട്ടി ദൂരം അവർ തണ്ട് വലിച്ച് ചുക്കാൻ ഇങ്ങനെ തോഞ്ഞാണ് ഒരു പോക്ക്. അന്ന് അവരുടെ ഭക്ഷണം എന്താണ്? കുറഞ്ഞ അവലി ഉണ്ടാവും, കഞ്ഞി എന്ന് പറഞ്ഞാൽ അതിൽ പറ്റി കാങ്ങാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അവരൊക്കെ. കുറെ ദൂരങ്ങൾ പോയി സഞ്ചരിച്ച് ചിലപ്പോൾ മീനും കിട്ടാതെ ആ സമയത്ത് മീനായിട്ട് വന്നാലാണ് ഈ പൈസ കിട്ടണമെങ്കിൽ അന്നത്തെ മുതലാളിമാരടിച്ചോ തല ചൊറിഞ്ഞ് ഒക്കെ ചോദിച്ചിട്ട് വേണം കിട്ടണമെങ്കിൽ. അങ്ങനെ എത്ര പട്ടിണി കിടന്ന കാലങ്ങളാണെന്ന്. ഇന്ന് ഇഞ്ചിനൊക്കെ വന്ന് ഞമ്മക്കൊക്കെ വളരെ സുഖമാണ്. നേരത്തിന് നമുക്ക് പോയ പാടാൻ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ തിന്നുന്നുണ്ട്. പിന്നെ ഞമ്മക്കുള്ളത് നമ്മൾ വല അടിച്ചു കഴിഞ്ഞാൽ മണൽ കയറിയിട്ട് വല മുറിഞ്ഞു പോവാം. അതുപോലെ ഇതിനുള്ളിലൊക്കെ കടലിലൊക്കെ പാല് തന്നെ കല്ലുണ്ടല്ലോ. ഈ കല്ല് കുടുങ്ങിയിട്ട് വല നശിപ്പില്ല. ലക്ഷക്കണക്കിന് നഷ്ടങ്ങളാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക്. അതുകൊണ്ടാണ് ഇവർ ഉയരങ്ങളിൽ എത്താത്തത്. അപ്പോൾ ഇതിനുള്ളൊരു പദ്ധതി നമ്മളെ ഗവൺമെന്റ് കാണണം. ഞങ്ങളൊക്കെ പൂളത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അന്ന് നമുക്കൊക്കെ എങ്ങനെ പോയാലും കടങ്ങൾ വരില്ല. ഇന്ന് അതൊക്കെ കട്ട് ചെയ്ത് മത്സ്യത്തൊഴിലാളികൾ വേണ്ട എന്ന ലക്ഷ്യം നമ്മൾ ഗവൺമെന്റിനുള്ള എല്ലാ ഗവൺമെന്റും ഏത് ഗവൺമെന്റ് ആയാലും. മുമ്പൊക്കെ ഞങ്ങൾക്ക് പെട്രോളും ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നേരാം. പൂളത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പരിപാടിനൊക്കെ എല്ലാ ഇഞ്ചിനും കട്ട് ചെയ്ത് പോവാണ് ഇപ്പോ വേണ്ട മത്സ്യത്തൊഴിലാളി. ഈ ഒരു ഇഞ്ചിൻ അടക്കണമെങ്കിൽ തന്നെ സ്വർണ്ണങ്ങളും ഭാര്യമാര് സ്വർണ്ണങ്ങളൊക്കെ വിറ്റും കണ്ടാണ് ഇപ്പൊ എടുക്കുന്നത്. ബുദ്ധിമുട്ടിലാണ്, അത്ര ബുദ്ധിമുട്ടിലാണ്. ഇതിനൊരു പരിഹാരം നമ്മൾ ഗവൺമെന്റ് എല്ലാം കാണണം. പിന്നെ ഈ ചില സമയങ്ങളിൽ കടലിളക്കം വരും. ഈ ഇതിനും കർക്കിടകം ആ സമയത്താണ് ജനങ്ങൾ മനുഷ്യന്മാര് പോക്ക്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അവരാ കാരണങ്ങളായിരിക്കും ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെന്റ് മറ്റുള്ളവർ പറയാം, ഡോക്ടർമാർ പറയാം എന്താ ഹാർട്ട് അറ്റാക്കാണ് മറ്റേതെന്ന് പറഞ്ഞാണ്ട് നമുക്കുള്ള ആനുകൂല്യം തട്ടിക്കളയുണ്ട്. ഇതൊക്കെ ഒരുപാട് സംഭവം പെടുന്നുണ്ട്. കുറെ മുമ്പൊക്കെ ഞങ്ങളെ ഈ ഭാഗത്താണ് വടക്കുന്നും തെക്കുന്നും വഞ്ചിക്കാരൊക്കെ വന്ന് പിടിക്കുന്നത്. ഈ പള്ളിന്റെ ആ ബീച്ച് പള്ളി ഉണ്ടല്ലോ അവിടെ. അപ്പൊ നല്ലൊരു മത്സ്യത്തൊഴിലാളികൾക്ക് മീനും നല്ല ചാകര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹാർബർ ഇല്ലാത്തതിന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ സൂര്യൻ ഇങ്ങനെ വട്ടിടുന്ന സമയം ഉണ്ടല്ലോ, സൂര്യൻ ഇങ്ങനെ നമ്മൾ പറയില്ല വട്ടിടുന്നെന്ന്, ആ സമയത്ത് നമ്മുടെ കടൽക്ഷോഭങ്ങളും കൂടും മറ്റുള്ളതൊക്കെ വരല്. പിന്നെ മുമ്പൊക്കെ ഇപ്പോഴാണ് ഈ ക്യാമറ ഒക്കെ വന്നത് ഇപ്പോഴാണ്. അതിനു മുമ്പിൽ മീനൊക്കെ വന്നാൽ ഈ വെടിനാറിനെന്ന് പറയും, നൊരങ്ങനെ ഇടും. നൊരണ്ടല്ലോ കടലിങ്ങനെ നൊരകൾ പൊന്തല്ല. ആ സമയത്ത് മത്തി വരുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ അത് കണ്ട് വലടിക്കും. ഇപ്പോൾ നമുക്ക് നല്ല സഹായമായിട്ടാണ് കമ്പ്യൂട്ടറും ഇതൊക്കെ വന്നിക്കണം, മൊബൈലൊക്കെ. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ പറയണം. മുമ്പത്തെ ജീവിതമാണ്. ഇപ്പൊ നമ്മളെ ഈ മത്തി വന്നാല് എങ്ങനെയാണെന്ന് അറിയില്ല. മത്തി വെടിനാച്ചെന്ന് അറിയും. ഒരു നാച്ചുണ്ടല്ലോ, അതിന്റെ വാസന ഉണ്ടാവും. അപ്പൊ പറയും മീൻ വരുന്നുണ്ടെന്ന് അറിയും. പിന്നെ ഈ മീൻ വന്ന് ഈ ആയക്കടലിൽ കൂടി പോകുമ്പോ അതിന്റെ എന്താ വട്ടം ഇങ്ങനെ ഇട്ടിട്ട് കറങ്ങി വലിയ ഇങ്ങനെ വരുന്നല്ലേ ഉണ്ടാവും. പിന്നെ നൊരണ്ടല്ലോ കടലിൽ കൂടി വരുന്ന നൊരകൾ ഇങ്ങനെ മേലക്ക് ഇങ്ങനെ കുമ്പിളിട്ട് ഇങ്ങനെ വരും. ആ സമയം അതുപോലെ തന്നെയാണ് ഈ കടൽ ഇളകുന്നുണ്ടെങ്കിൽ ഈ നൊരങ്ങനെ പൊന്തി കഴിഞ്ഞാലും ആ സമയത്ത് കടലിളക്കാന്നുള്ള ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്നില്ല. അതും ഞങ്ങൾക്ക് ഈ പൊരുത്തം കിട്ടിയിട്ടുണ്ട്.